ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഫുൾ മൂണിന് മുന്നേ നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും അത് നേടിയെടുക്കാനും നിങ്ങളോടൊപ്പം എൻ്റെ ആഗ്രഹങ്ങളും നേടിയെടുക്കാനും നമ്മൾ കുറച്ച് കാര്യങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് എഴുതി വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ ഒരു പേപ്പർ എടുക്കാം. ഓക്കെ, എന്നിട്ട് അതിൽ എന്താ എഴുതണ്ടേ? ഏത് പെൻ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അത് ഇന്ന കളർ വേണമെന്നൊന്നും നിർബന്ധമില്ല. എന്താ എഴുതണ്ടേ? ആദ്യത്തെ കാര്യം, ഞാൻ എന്താണ് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്. ഞാനിപ്പോൾ അർഹയാണെന്നാണ് എഴുതുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഏത് ജെൻഡർ ആണെന്ന്. അപ്പോൾ അർഹനാണെങ്കിൽ അർഹനാണ് എന്ന് എഴുതുക, അർഹയാണെങ്കിൽ അർഹയാണ് എന്ന് എഴുതുക. ഞാൻ അർഹയാണ് എൻ്റെ പുരോഗതിക്ക്. എൻ്റെ പുരോഗതിക്ക് ഒന്നാമത്തെ പോയിന്റ്. ഇത് ഇന്ന് തന്നെ നിങ്ങൾ 21 ടൈംസ് എഴുതണം. ഞാനിവിടെ ഒരു തവണ എഴുതി കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതാം. രണ്ടാമത്തെ, മറ്റാരും എന്നെ വിശ്വസിക്കാത്തപ്പോൾ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു. മറ്റാരും എന്നെ വിശ്വസിക്കാത്തപ്പോൾ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 2 കാര്യം എഴുതി കഴിഞ്ഞു. മൂന്നാമത്തേത്, ഞാൻ സ്വപ്നം കാണുമ്പോൾ അതിനെ ഞാൻ സ്വീകരിക്കുന്നു. അതിനെ ഞാൻ സ്വീകരിക്കുന്നു. അത് ഒരിക്കലും വിട്ടുകളയുകയില്ല. അത് ഒരിക്കലും വിട്ടുകളയുക ഇല്ല. ഇന്ന് നമ്മൾ 3 കാര്യമാണ് എഴുതുന്നത്. അടുത്ത ദിവസം 3 കാര്യം. ഇത് എഴുതിയതിന് ശേഷം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഇത് നിങ്ങൾ ഡയറിയിൽ എഴുതാം. ഓക്കെ, കാണുന്നില്ലേ? ഞാൻ അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ് എൻ്റെ പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ പുരോഗതിക്ക്. മറ്റാരും എന്നെ വിശ്വസിക്കാത്തപ്പോൾ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു. നമ്മൾ തന്നെ വിശ്വസിച്ചാലാണ് നമ്മുടെ പുരോഗതി നമ്മളിലേക്ക് എല്ലാം വരിക. ഓക്കെ, ഞാൻ സ്വപ്നം കാണുമ്പോൾ എന്താ പറയുക, ആ കാര്യത്തെ നമ്മളിലേക്ക് സ്വീകരിക്കണം. അതിനെ ഞാൻ സ്വീകരിക്കുകയാണ്. അതൊരിക്കലും ഞാൻ വിട്ടുകളയില്ല. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മളുള്ളിൽ തന്നെ ആ കാര്യം ഇങ്ങനെ കിടക്കണം. അപ്പോൾ അത് സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ഇത്രയും കാര്യം നിങ്ങൾ എഴുതുക. 21 ടൈംസ് എഴുതാനാണ് ഞാൻ പറയുക. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ കാര്യം ചെയ്യാം. ഓക്കെ, ഈ ഒരു പേപ്പറിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു പോവാണ് കേട്ടോ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ വേറൊരു പേപ്പർ ഞാൻ എടുത്ത് കാണിച്ചു തരും. അപ്പോൾ നോക്കാം എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്ന്. നമ്മളിനി കാർഡ് റീഡിങ്ങിലേക്ക് പോവുകയാണ്.
ഇത് ഞാനവിടെ വെച്ചു. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മുടെ കാർഡ്സ് വായിക്കാൻ പോവുകയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഇന്നത്തെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നമ്മൾ ഇന്ന് മുതൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, കാർഡ് ഷഫിൾ ചെയ്യട്ടെ. നമ്മൾ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് പറയുന്നിടത്താണ് നമ്മളിലേക്ക് എല്ലാ സാധ്യതകളും വരുന്നത്. ഓക്കെ, ആദ്യത്തെ കാർഡ് ഡെവിൾ ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ബന്ധത്തിലുണ്ട്. ട്രീ ഓഫ് സോർട്സ്, ഫൂൾ. 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾ, Hierophant, Page of Swords, last card, Ace of Cups. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നമുക്ക് നോക്കാം. ഓരോ കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. ഞാൻ എഴുതി വെച്ച പേപ്പർ ഒന്ന് മാറ്റി വെച്ചോട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ഡയറിയിൽ ഈ പേപ്പർ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ നമ്മളിതിൽ വയ്ക്കും. ഇങ്ങനൊരു ഡയറി നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ബുക്കിനേക്കാളും എന്തുകൊണ്ടും ഡയറിയാണ് നല്ലത്. ഓക്കെ, നമുക്ക് വായിക്കാം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും നോ കോണ്ടാക്റ്റ് വരാൻ, സെപ്പറേഷൻ വരാൻ കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഡെവിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജി കാരണമാണ് അൺഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ബന്ധം ഇപ്പോഴും നിൽക്കുന്നത്. ഒരു ബൗണ്ടറി അവർ വയ്ക്കുന്നത്. ഓൾഡ് സ്റ്റോറിയാണ് കാർഡ് പറയുന്നത്. ഈ ഒരു വ്യക്തിയുടെ ഇടപെടൽ നല്ല രീതിയിൽ ഈ ഒരു ബ്രേക്കപ്പിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നമ്മളുടെ പ്രാർത്ഥന, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി കുറേ കാര്യങ്ങൾക്ക് മാറ്റം വരും. ഓക്കെ, നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ട്രീ ഓഫ് സോർട്സ് കാർഡ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പെയിൻഫുള്ളിനാണ് കാണിക്കുന്നത്. ഈ ലോസ് എന്ന് പറയുന്നത് അവർക്ക് അത്രയേറെ ഹേർട്ട് ബ്രേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഹീൽ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻസ്പിറേഷൻ എഗെയിൻ എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഈ ഒരു സെപ്പറേഷന് കാരണമെന്ന് കാർഡ്സ് പറയുന്നു. ഫുൾ കാർഡ്, നമ്മൾ പ്രെയർ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു നിമിഷം മുതൽ ഇവിടെ ചേഞ്ചസ് വരാൻ തുടങ്ങും, ഉറപ്പാണ്. ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഒരു ഫ്രീഡമാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ന്യൂ ബിഗിനിങ് എന്നാണ് കാർഡ് പറയുന്നത്. എവേക്കനിങ് എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ റെഡിയാണെന്ന് പറയുന്നു, തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സോൾ നിങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഫുൾ കാർഡ് പറയുന്നത്. പേജ് ഓഫ് പെന്റക്കിൾ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റിംഗ് ന്യൂ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരണമെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെങ്കിൽ, ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് സംഭവിക്കണമെങ്കിൽ, ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മാനിഫെസ്റ്റ് ചെയ്യാം. നമുക്ക് എന്ത് മാനിഫെസ്റ്റ് ചെയ്യാം. ഈ റീഡിങ് കാണുന്ന വ്യക്തികൾ എല്ലാവരും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല റീഡിങ് കാണുന്നത്. ഇവിടെ ന്യൂ കരിയർ പാത്ത് നോക്കുന്നവരുണ്ട്, ഫിനാൻഷ്യലായിട്ട് സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, പേഴ്സൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ പ്രോഗ്രസിൻ്റെ വക്കിലാണ്. ന്യൂ കണക്ഷൻ, പുതിയ വ്യക്തികളുമായിട്ട് നിങ്ങൾ കാണുവാനും സംസാരിക്കുവാനും പുതിയ കണക്ഷൻ ആരംഭിക്കുവാനുമുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് പറയുന്നത്. കരിയറാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ ന്യൂ കരിയർ പാത്ത് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ എർത്ത് മാജിക് സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് മുതൽ പ്രയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു 3 കാര്യം നിങ്ങൾ 21 തവണ എഴുതണം. അതെല്ലാം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം. എങ്കിൽ നിങ്ങളിലേക്ക് വരുന്നത് എന്താണ്? മേക്കിംഗ് പ്ലാൻസ് എ റിയാലിറ്റിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് റിയലായിട്ട് വരാൻ പോവുകയാണ്. സാധിക്കുമെന്ന് തന്നെയാണ് ഓരോ കാർഡ്സും പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഹീറോവിൻ്റെ ആണ്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്.
നിങ്ങളുമായിട്ടുള്ളൊരു സെപ്പറേഷൻ അവരായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ്. ഇന്ന് നിങ്ങളെ തിരിച്ചറിയുമ്പോൾ, നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുമ്പോൾ, ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അവർ നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എവേക്കനിങ് എന്നാണ് പറയുന്നത്. ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് അവരിൽ സംഭവിച്ചിട്ടുണ്ട്. യൂണിവേഴ്സായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അവരുടെ തീരുമാനത്തിനാണ് അവർ വാല്യൂ കൊടുക്കുന്നത്. ആദ്യമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ ഒരു തീരുമാനമെടുത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എങ്കിൽ ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ അതിയായി ആഗ്രഹിക്കുമ്പോൾ അവരുടെ തീരുമാനത്തിനാണ് ഇവിടെ മുൻതൂക്കം, വാല്യൂ ഉള്ളത്. അവർ തനിച്ചാണ്. അവർക്ക് നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷം മാത്രമാണ് അവർക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അവർക്ക് അവരായിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ് എന്ന് തന്നെ അവരിപ്പോൾ ചിന്തിക്കുന്നു. പോസിറ്റീവ് എനർജി നിങ്ങളിലാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അത് തന്നെയാണ് പേജ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. ക്യൂരിയോസിറ്റിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുമ്പോൾ ഇനി നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കും എന്നുള്ള ക്യൂരിയോസിറ്റി അവരിലുണ്ട്. അവരിൽ ഒരു എനർജി ഉണ്ട്. ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരറിയുന്നുണ്ട്. അവർ നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലേണിംഗ് ന്യൂ തിങ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവസരം നിങ്ങളിലേക്ക് തന്നെയാണ്. യൂണിവേഴ്സ് നിങ്ങളെ അവരെയും ഒരുമിപ്പിക്കാൻ പോവുകയാണ്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് ഒരുമിപ്പിക്കുക എന്ന് പറയാം. നിങ്ങളെയും അവരെയും ഒന്നാക്കുക, ഒന്ന് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് കപ്സ് കാർഡ് അവരുടെ ഇമോഷനെയാണ് പറയുന്നത്. അവർ ന്യൂ കണക്ഷൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ്? നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ഹോപ്പ് എന്നാണ് പറയുന്നത്. ന്യൂ ഫൗണ്ട് ഇമോഷൻ എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്ന നിങ്ങളിലേക്കാണ്. അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു നിമിഷം നിങ്ങളുടെ ഫോട്ടോയോ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അവർ ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ടാവാം. നിങ്ങൾ സംസാരിച്ചിരിക്കുന്ന നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നുണ്ടാവാം. ആ ഒരു നല്ല മൊമെൻറ്റ്സിനെ അവർ ഇപ്പോൾ ഓർത്തെടുക്കുന്നു. നിങ്ങളെ തന്നെയാണ് അവരുടെ ലൈഫിൽ വളരെയേറെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് അവർ തിരിച്ചറിയുന്നത്. ആ ഒരു നിമിഷത്തെയാണ് കാണിക്കുന്നത്. ചിപ്പിക്കുള്ളിലെ മുത്താണ് നിങ്ങൾ, അത്രയും പ്രിയപ്പെട്ടതാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. അത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ വാല്യൂ അവരെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ആ വാക്കുകൾ എഴുതുക. 21 തവണ 21 പ്രാവശ്യം എഴുതുക. എന്താ പറയുന്നേ? അടുത്ത ദിവസം യൂണിവേഴ്സിനുള്ള അടുത്ത മെസ്സേജുമായിട്ട് ഞാൻ വരാം. എഴുതി വെക്കുക കേട്ടോ, ഡയറിയിൽ എഴുതി വെക്കണേ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പേപ്പറിൽ കാണിച്ചു എന്നുള്ളൂ. ഡയറി ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് റീഡിങ് നിർത്താം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവിനായിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.